മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഹരിക്കടിമയായ സഹോദരന്റെ മർദ്ദനത്തിൽ മണ്ണന്തലയിൽ യുവതി മരിച്ചത് ആസൂത്രിത കൊലപാതകമാണെന്ന് പോലീസ് വ്യക്തമാക്കി. കൊലപാതകം നടത്താനാണ് അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്തിരുന്നതെന്നും സഹോദരിയെ കൊല ചെയ്യും മുൻപ് കൂട്ടാളിയെ 3 തവണ ഫോണിൽ വിളിച്ചുവെന്നും മണ്ണന്തല SHO D ഗോപി പറഞ്ഞു. പോത്തൻകോട് ചാത്തൻപാടി കൊച്ചുവീട്ടിൽ ഷഹീൻ എന്ന 33-കാരിയെയാണ് സഹോദരൻ ഷംഷാദ് വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റിൽ വെച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഷംഷാദിനെയും കൂട്ടുപ്രതി വിശാഖിനെയും സംഭവം നടന്ന സ്ഥലത്തും ഷംഷാദ് മുൻപ് ചികിത്സ തേടിയ ഡോക്ടർക്ക് മുൻപിലും എത്തിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. ചോദ്യം ചെയ്യലിൽ ഇരുവരും കുറ്റസമ്മതം നടത്തിയെന്നും കൊലപാതകത്തിന് മുൻപും ശേഷവും ഷംഷാദ് വിശാഖിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കോൾ ലിസ്റ്റ് പരിശോധിച്ച് കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കി. മണ്ണന്തല മരുതൂർ റോഡിന് സമീപം അത്രക്കാട് എൻക്ലോവ് ഹോം B2-വിൽ 21-ന് ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും ഇടയിലായിരുന്നു സംഭവം. വിവാഹിതയും 2 മക്കളുടെ അമ്മയുമായ ഷഹീനയ്ക്ക് മലപ്പുറം സ്വദേശിയായ യുവാവുമായി ബന്ധമുണ്ടെന്ന് ഷംഷാദ് സംശയിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഷഹീന സുഹൃത്തിനെ വീഡിയോ കോൾ വിളിച്ചിട്ട് കണ്ടെത്തിയ ഷംഷാദ് സഹോദരിയെ കൊല്ലുവാനായി തീരുമാനിക്കുകയായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ചും വായ് പൊത്തി പിടിച്ച് ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകം നടത്തിയത്. മരണം ഉറപ്പാക്കിയ ശേഷം 2 മണിയോടെ സുഹൃത്ത് വിശാഖിനെ അപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു വരുത്തുകയും മൃതദേഹം മറവു ചെയ്യുവാൻ സഹായം ചോദിക്കുകയും ചെയ്തു. 1/2 മണിക്കൂർ കഴിഞ്ഞ് പുറത്തേക്ക് പോയ വിശാഖ് 3 മണി കഴിഞ്ഞാണ് മടങ്ങിയെത്തിയത്. അപ്പോഴേക്കും ഷഹീനയുടെ രക്ഷിതാക്കൾ ഫ്ളാറ്റിലെത്തി പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവ ദിവസം രാവിലെ തന്നെ 3 തവണയാണ് വിശാഖിന്റെ ഫോണിലേക്ക് ഷംഷാദ് വിളിച്ചത്. ഉച്ചയ്ക്ക് കൊലപാതകം കഴിഞ്ഞും ഷംഷാദ് വിശാഖിനെ ഫോണിൽ ബന്ധപ്പെട്ടു. സഹോദരി ആശുപത്രിയിൽ എത്തിക്കുവാനാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്നായിരുന്നു വിശാഖ് ആദ്യം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടത്തിയ ചോദ്യം ചെയ്യലിൽ വിശാഖ് കുറ്റസമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ഷംഷാദിന്റെ താടിയിലുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ആശുപത്രിയിൽ നിന്നും പോയി വരാനാണെന്നാണ് ഉടമയെ വിശ്വസിപ്പിച്ചതെന്നാണ് മണ്ണത്തലയിലെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്തെന്നും പോലീസ് പറയുന്നുണ്ട്. 14 മുതലാണ് ഷംഷാദും ഷഹീനയും ഇവിടെ താമസം തുടങ്ങിയത്. ലഹരിക്ക് അടിമയായ ഷംഷാദ് 9 ക്രിമിനൽ കേസുകളിലും വിശാഖ് 5 ക്രിമിനൽ കേസിലെയും പ്രതിയാണ്. കൊലപാതകത്തിന് 2 ആഴ്ച മുൻപ് ഷംഷാദ് മാതാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. ഷഹീനയോട് സഹോദരൻ ഷംഷാദ് പെരുമാറിയിരുന്നത് ഒരു സൈക്കോ പോലെയാണ്. സഹോദരി കൊല്ലപ്പെട്ട ശേഷം ഇരുവരും അവിടെയായിരുന്നു മദ്യപിച്ചത്. രാത്രിയോടെ മൃതദേഹം മറവു ചെയ്യാനും ഇരുവരും പ്ലാൻ ചെയ്തിരുന്നു. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ഷഹീനയും മലപ്പുറം സ്വദേശിയായ യുവാവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്നാണ് ഷംഷാദ് സംശയിച്ചിരുന്നത്. ഇവരുടെ സൗഹൃദം ഷംഷാദ് ചോദ്യം ചെയ്യുകയും ഷഹീനയെ പറഞ്ഞു വിലക്കുകയും ചെയ്തു. സംഭവ ദിവസം ഷഹീന ആൺസുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. പോലീസ് പറയുന്നതനുസരിച്ച് ഷഹീന ആരെയോ വീഡിയോ കോൾ ചെയ്യുന്നത് കൊണ്ടാണ് ഷഹീനയുടെ കുടുംബജീവിതം തകർന്നതെന്ന് ഷംഷാദ് വിശ്വസിച്ചിരുന്നു. തന്റെ വിലക്ക് മറികടന്ന് വീണ്ടും വീഡിയോ കോൾ ചെയ്തത് കണ്ട് സഹോദരിയെ കൈകൊണ്ട് മർദ്ദിച്ച് അവശയാക്കി. അച്ഛനും അമ്മയും ചേർന്ന് സഹോദരിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചത് പ്രതി തടയുകയും ചെയ്തു. മദ്യപിച്ചെത്തിയ ഷംഷാദ് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സഹോദരി അസഭ്യം വിളിച്ച് മർദ്ദിക്കുകയായിരുന്നു. ഷഹീനയുടെ വാരിയില് ചവിട്ടി പൊട്ടിച്ചു, കൈത്തണ്ടകൾ ചവിട്ടി ഒടിച്ചുവെന്നും യുവതിയുടെ തുടയിൽ നിന്ന് മാംസം കടിച്ചെടുത്തുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ 1.5 വർഷം മുൻപ് കോഴിക്കോട് നിന്ന് കാണാതായ ബത്തേരി സ്വദേശിയുടെ മൃതദേഹം തമിഴ്നാട് അതിർത്തിയിലെ വനത്തിലെ ചതുപ്പിൽ കണ്ടെത്തി. വയനാട് പൂമല ചെട്ടിമൂല സ്വദേശി 54-കാരനായ ഹേമചന്ദ്രന്റെ മൃതദേഹമാണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള ചേരമ്പാടി വനത്തിൽ കണ്ടെത്തിയത്. തറനിരപ്പിന് 4 അടിയോളം താഴ്ചയിൽ മറവു ചെയ്ത മൃതദേഹം കുനിഞ്ഞിരിക്കുന്ന നിലയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഊട്ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കേരള തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു മൃതദേഹം പുറത്തെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട ചീരാലിനടുത്ത് മാടക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ, വെള്ളപ്പന പളുവാട്ടി സ്വദേശി BS അജേഷ് എന്നിവർ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരിൽ അജേഷിനെ കൂട്ടിയെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വിദേശത്തേക്ക് കടന്ന നൌഷാദ് എന്നയാൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. നൌഷാദാണ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയതെന്നാണ് വിവരം. ബത്തേരി വിനോദ് ഭവനിൽ ഹേമചന്ദ്രൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം മായനാട് നടപ്പാലം പാറപ്പുറത്ത് വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. 2024 മാർച്ച് 20-ന് പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് മെഡിക്കൽ കോളേജിന് സമീപം എത്തിച്ച ഹേമചന്ദ്രനെ 2 പേർ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി. പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു. സാമ്പത്തിക തർക്കത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്നാണ് സൂചന. സ്വകാര്യ ചിട്ടി കമ്പനി നടത്തി വന്ന ഹേമചന്ദ്രൻ 20 ലക്ഷത്തോളം രൂപ പലർക്കായി നൽകാനുണ്ടായിരുന്നു. ഭർത്താവിനെ കാണാനില്ലെന്ന് കാട്ടി ഹേമചന്ദ്രന്റെ ഭാര്യ സുബിഷ 2024 ഏപ്രിൽ 1-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹേമചന്ദ്രന്റെ കോൾ റെക്കോർഡുകളും സംഭവവുമായി ബന്ധപ്പെട്ടവർ എന്ന് കരുതുന്നവരുടെ ടവർ ലൊക്കേഷനുകളും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വനത്തിൽ മൃതദേഹം കണ്ടെത്തിയത്.
മിസ്സിംഗ് കേസായി തുടങ്ങിയ അന്വേഷണത്തിനിടയിലാണ് ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ ഉപയോഗിച്ച് ഇയാൾ ജീവിച്ചിരിപ്പുള്ളതായി ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നത്. പ്രതികളിൽ ഒരാൾ മൈസൂരുവിൽ നിന്ന് ഹേമചന്ദ്രന്റെ മകളെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ സൈബർ അന്വേഷണമാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ എ ഉമേഷ്, ഇൻസ്പെക്ടർ പി കെ ജിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അന്വേഷണത്തിലാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതികൾ ഹേമചന്ദ്രനെ വയനാട്ടിലെ ഒളിത്താവളത്തിൽ എത്തിച്ച് മർദ്ദിച്ചതായും അവശനിലയിലാക്കിയതിനെ തുടർന്ന് മുറിയിൽ പൂട്ടിയിട്ടതായും ചെയ്തതായാണ് അന്വേഷണ സംഘത്തോട് പ്രതികൾ വെളിപ്പെടുത്തിയത്. അടുത്ത ദിവസം മുറിയിലെത്തിയപ്പോൾ ഹേമചന്ദ്രനെ മരിച്ചതായി കണ്ടെത്തുകയും ഇതോടെ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിലെത്തിച്ച് കുഴിച്ചുമൂടിയെന്നുമാണ് മൊഴി. സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, DCP അരുൺ കെ പവിത്രൻ തുടങ്ങിയ സീനിയർ ഉദ്യോഗസ്ഥരാണ് കോഴിക്കോട്ടെയും വയനാട്ടെയും അന്വേഷണം ഏകോപിപ്പിച്ചത്. ഹേമചന്ദ്രന്റെയും ബന്ധുക്കളുടെയും DNA സാമ്പിൾ പരിശോധനാ ഫലം കിട്ടുന്നതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. അതേസമയം കേസിലെ മുഖ്യപ്രതി വയനാട് ബീനാച്ചി സ്വദേശി നൌഷാദിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയിട്ട് പ്രതികളെ സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ആൾതാമസമില്ലാത്തതിനാലാണ് പ്രതികൾ ഈ വീട് തെരഞ്ഞെടുത്തത്. കോഴിക്കോട് നിന്നും തട്ടിക്കൊണ്ടുപോയ ഹേമചന്ദ്രനെ നേരെ എത്തിച്ചത് സുൽത്താൻ ബത്തേരിയിലെ ഈ വീട്ടിലായിരുന്നു. പണം തിരികെ കിട്ടുവാനായി മർദ്ദിച്ചപ്പോഴാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതെന്നാണ് പ്രതികളായ ജ്യോതിഷ് കുമാറും മറ്റൊരു പ്രതിയും മൊഴി നൽകിയത്. മുഖ്യപ്രതി നൌഷാദിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. ചേരമ്പാടിക്കടുത്തുള്ള വനത്തിൽ ഹേമചന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ടുവെന്ന പ്രതികളുടെ മൊഴിക്ക് പിന്നാലെ തന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിൽ ആയിരുന്നു ഈ മേഖല. കഴിഞ്ഞ ദിവസം രാവിലെ പ്രതി അജേഷുമായി തിരച്ചിൽ തുടങ്ങി. എറണാകുളത്ത് നിന്ന് എത്തിച്ച കെഡാവർ ഡോഗുകളായ മായയും മർഫിയും തിരച്ചിലിന്റെ ഭാഗമായി. ഒടുവിൽ അജേഷ് ചൂണ്ടിക്കാണിച്ചെടുത്തുനിന്ന് ഉച്ചയോടെയാണ് മൃതദേഹം ലഭിച്ചത്. 4 അടി താഴ്ചയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പിറകിൽ കുത്തേറ്റ നിലയിലുമായിരുന്നു. മൃതദേഹം അഴുകാത്തതിന് കാരണം സദാസമയം ഉറവേള പ്രദേശമാണിത് എന്നതുകൊണ്ടാണ്. ചതുപ്പ് നിലത്ത് ആയിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ 20 വർഷം മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് താമസം മാറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.